മുഖ്യമന്ത്രിയുടെ 24/7 പരാതി അറിയിക്കാനുള്ള സെല്ല് അത് തുടങ്ങിയിട്ട് കുറെ കാലമായി. വിളിച്ചാലും വിളി കേൾക്കാനുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അവിടെ ചെന്നിട്ട് ആളുകളെ വിളിച്ചു. അപ്പൊ കിട്ടി പരാതി പറയാനുള്ള സെല്ല്. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് ഈ പരിപാടിയുടെ പേര്. അദ്ദേഹം പാലക്കാട് പ്ലാച്ചിക്കാട്ടിൽ പി രാമൻകുട്ടിയെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, കിട്ടിയ കടലാസ് ഉറപ്പ് തന്നെയാണല്ലോ രാമൻകുട്ടി? അന്ന് ചോദിച്ചപ്പോ നമ്മുടെ രാമൻകുട്ടി ആശ്വാസ വിശ്വാസം ഉതിർത്തു. അപ്പൊ അതങ്ങനെ ചാലുവായി. പക്ഷെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിനെ തള്ളുകെട്ടാല് ഇതിൽ ആദ്യത്തെ പരിപാടിയാണെന്നാ തോന്നുക. മുഖ്യമന്ത്രി 2011 സെപ്റ്റംബറിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഇതുപോലൊരു പരിപാടി നടത്തിയിരുന്നു. ഇതേപോലെ തന്നെ 24/7 മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്ന മറ്റോ ആയിരുന്നു അതിന്റെ പേര്. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തെങ്കിലും അടിയന്തര കാര്യമാണെങ്കിൽ ഈ കോൾ സെന്ററിലേക്ക് വരുന്ന കോള് നേരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബെഡ്റൂമിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഓർമ്മിപ്പിച്ചേക്കാം. ആ സമയത്ത് തിരുവനന്തപുരം ശ്രീത്രയില് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയുടെ ഹൃദയം എറണാകുളത്ത് ലിസി ആശുപത്രിയിലെ ഒരു രോഗിക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണം. ഈ 24/7 കോൾ സെന്ററിലേക്കാണ് എറണാകുളത്ത് നിന്ന് കോൾ വരുന്നത്. അത് നേരെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി 1:30-2 മണിയായപ്പോഴത്തേക്ക് പാഞ്ഞ് സെക്രട്ടറിയിലെത്തി. അവിടെ ഇരുന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തു. ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി. അവസാനം നേവൽ ബേസിൽ നിന്ന് ഹെലികോപ്റ്റർ വന്ന് ഈ ഹൃദയവുമായി എറണാകുളം ലിസി ആശുപത്രിയിലെത്തി ആ രോഗിയുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ കോൾ സെന്ററിന്. ഇതൊരു പുതിയ കാര്യമല്ല. തള്ളുമ്പോ ഒന്ന് സൂക്ഷിച്ച് തള്ളിയാൽ കൊള്ളാം. തള്ളുമ്പം 2-3 ചെറിയ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. നമ്മുടെ സംസ്ഥാനത്തേക്ക് രാഷ്ട്രപതിയോ അതുപോലെ പ്രധാനമന്ത്രിയോ മറ്റോ വരുമ്പോഴേ പരാതിക്കിടയില്ലാതെ ആ സന്ദർശന പരിപാടിയൊന്നും നടത്താനുള്ള കഴിവെങ്കിലും സാമർഥ്യമെങ്കിലും ഈ ഗവൺമെന്റ് കാണിക്കണം. അല്ലെങ്കിൽ നാണക്കേട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക്. നമ്മൾ ഈ ലോറിയും കാറും ബസ്സും ഒക്കെ തള്ളുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്ന രംഗം കാണേണ്ടി വന്നു. ഇന്ന് രാവിലെ പ്രമാണത്തിൽ നിന്ന് രാഷ്ട്രപതിയെ കൊണ്ടുവരുന്ന ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഇന്ന് അതിരാവിലെ ഹെലിപ്പാഡ് തയ്യാറാക്കിയാൽ നടക്കുമോ സർ? പ്രമാണത്തിൽ നിന്ന് 69 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക് റോഡ് മാർഗം. അങ്ങനെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആരും ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ട്രയൽ റൺ നടത്താതെ 69 കിലോമീറ്റർ ദൂരം നമ്മുടെ രാഷ്ട്രപതിയുമായിട്ട് പോയി യാത്ര ചെയ്തു. ഒന്നാലോചിച്ച് നോക്കിയേ. വേണമെങ്കിൽ ഇത് ഈ സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ വിജയങ്ങളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഇതൊക്കെ ആദ്യമായിട്ട് ഈ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അക്കൂട്ടത്തിൽ CPM-ന്റെ ഒരു MLA, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു, ഹെലിപ്പാഡിലെ കോൺക്രീറ്റ് അല്പം താളാൽ എന്താ കുഴപ്പം? ഹെലികോപ്റ്റർ പറന്ന് മുകളിലോട്ടല്ലയോ പോകുന്നതെന്ന്. മുഖ്യമന്ത്രി ഈ 6-7 മാസം കൂടെ ഉള്ളെങ്കിലും ഈ ശാസ്ത്രജ്ഞനെ അങ്ങയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിച്ചാൽ നന്നായിരിക്കും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു അപേക്ഷയുണ്ട്. നമ്മൾ ഈ അതിദരിദ്രരോട് കാണിക്കുന്ന സ്നേഹവായ്പ് അത് വേണം, നിർബന്ധമായിട്ടും വേണം, അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ ആ സ്നേഹവായ്പിന്റെ ഒരു അംശം നമ്മുടെ മുന്നണിയിലെ ഘടകകക്ഷിയായ CPI-യോട് എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? അവരിപ്പോ ഈ PM ശ്രീ പദ്ധതി നമ്മൾ 2-3 ദിവസമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാ. സഖാവെ, അവര് പറയുന്നതിൽ എന്താ തെറ്റ്? അവരല്ലയോ ശരി? അതായത് BJP ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല. നമുക്കെന്ന് പറഞ്ഞാല് ഒരു മതനിരപേക്ഷ സർക്കാരിന്, ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. അത് പൂർണ്ണമായിട്ട് നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ PM ശ്രീയുടെ പൈസ കിട്ടത്തുള്ളൂ. അതിൽ ഒപ്പിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നടപ്പാക്കിയിട്ടും കാര്യമില്ല. അവർ നിർദ്ദേശിക്കുന്ന ആ ചട്ടക്കൂടുകൾ മുഴുവൻ നമ്മൾ നടപ്പാക്കണം. അത് ഒരു ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുമോ? സ്റ്റാലിനൊക്കെ കേസ് കൊടുത്തിരിക്കുക തമിഴ്നാട്ടിലെ. CPM-ന്റെ അകത്തുള്ളൊരു സർക്കാരിന് സാധിക്കുന്ന കാര്യമല്ലത്. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഒപ്പിടരുത് എന്ന് പറയുന്നത്. 4 കാശിന് വേണ്ടി നമ്മുടെ ആദർശങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാ. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ K. രാജൻ സഖാവ്, റവന്യൂ മന്ത്രി, ഇക്കാര്യം ഉന്നയിച്ചു. ഒന്നും മൈൻഡ് ചെയ്തു പോലും ഇല്ല. വിനയവിഷം പുറത്ത് പൊതുരംഗത്ത് അത് പറഞ്ഞു, നമുക്ക് നടപ്പാക്കാൻ പാടില്ല. എന്നിട്ടും എന്താണ് സഖാവേ ഒരു ചെറിയ പരിഗണന പോലും CPIക്ക് കൊടുക്കാത്തത്? അവരെന്തെങ്കിലും നടക്കാനും നടപ്പാക്കാനും പറ്റാത്തതാ പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവര് പറഞ്ഞതല്ലയോ ശരി? നമ്മുടെ ഗോവിന്ദൻ മാഷ് അവരെ പറ്റി എന്തുവാ പറഞ്ഞത്? എന്ത് CPI എന്ന് പറഞ്ഞാല് CPM എന്ന് പറയുന്ന പാർട്ടി CPI-യുടെ ഒരു അസ്തിത്വം പോലും അംഗീകരിക്കുന്നില്ലെന്ന്. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറല്ലെന്നല്ലേ ആ ഒരു ഒറ്റ ചോദ്യത്തിന്റെ 2 വാക്കുകളുടെ അർത്ഥം? കൂടുതലൊന്നും പറഞ്ഞില്ല. എന്ത് CPI, എന്തോന്ന് CPI? എന്റെ സഖാവേ,
ഇതിൽ പരം CPI അവമാനിക്കാനുണ്ടോ? ഇങ്ങനെ ചെയ്യാമോ? അവരും കമ്മ്യൂണിസ്റ്റ് അല്ലേ? നിങ്ങൾ ഈ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നല്ലാതെ അവരങ്ങനെ വലതുപക്ഷമൊന്നും അല്ലല്ലോ. അവരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ലയോ നിൽക്കുന്നത്? മുന്നണിയിലെ അംഗമല്ലയോ? 2-3 മന്ത്രിമാരില്ലയോ ഈ സർക്കാരില്? ഒരു ചെറിയ പരിഗണന മുന്നണിയിലെ അതിദരിദ്രന്മാർക്കുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് സെക്രട്ടേറിയറ്റ് നടയില് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുറെ സ്ത്രീകളുണ്ട്, നമ്മുടെ ആശാ വർക്കർമാര്. അവരോട് എടുക്കുന്ന നിലപാട് ദയവ് ചെയ്ത് CPI എടുക്കരുത്. ആശാ വർക്കർമാർക്ക് 5 തൊട്ട് കൂട്ടിക്കൊടുക്കില്ല എന്ന് നമ്മുടെ പിണറായി വിജയൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. ഭീഷ്മ പ്രതിജ്ഞ. SUCA എന്നും പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ നേതൃത്വത്തിൽ ഈ ആശാ വർക്കർമാർ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യുക, നമ്മളോട് ശമ്പളം കൂട്ടിത്തരണം, ഓണറേറിയം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുക. ഇത് ഏത് രാജ്യത്ത് നടപ്പുള്ളൊരു കാര്യമാണ്? CPM മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് SUCA എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ നേതൃത്വത്തിൽ അംഗീകരിക്കുമോ? നിങ്ങൾ ഇനി എത്ര കാലം സമരം ചെയ്താലും ഒരാനുകൂല്യവും തരാൻ പോകുന്നില്ല. നമ്മുടെ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ എത്ര കാലം സമരം ചെയ്താലും നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ തരുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഇടുക്കിയിലെ പൈനാവിലെ നേഴ്സിംഗ് കോളേജ് ചെയ്തു തരാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന കോളേജാ, വേണം ഞങ്ങൾ അതങ്ങ് പൂട്ടും എന്ന് പറഞ്ഞതുപോലെ ആശാ വർക്കർമാരോട് വചിക്കുന്നത്. അവരോട് എടുക്കുന്ന സമീപനം ദയവ് ചെയ്ത് CPI-ക്കാരോട് കാണിക്കരുത്. ഇന്നലെ അവരുടെ എന്തൊക്കെ അതിക്രമങ്ങളാ സഖാവിന്റെ പോലീസ് ചെയ്തത്? അവരെ വലിച്ചിഴച്ചു. റോഡിലൂടെ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്താൻ പോയതാ, അവിടെ മൈക്ക് പിടിച്ച് വാങ്ങി. അത് കഴിഞ്ഞ് പോലീസ് വാഹനത്തിന് മുമ്പിൽ കിടന്ന പാവപ്പെട്ട സ്ത്രീകളെ വലിച്ചഴിച്ചുകൊണ്ടാ മാറ്റിപ്പോയത്. എന്തിനാണ് അവരോട് ഇത്ര ക്രൂരത? ഈ കേരളത്തിലുള്ളവരല്ലേ, അവര് അതിദരിദ്രരല്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ പാങ്ങുള്ളവരാ. അതുകൊണ്ട് അവരോട് ഈ ക്രൂരത കാണിക്കണോ? ഈ ആശാ വർക്കർമാരോട് അവരോട് കാണിക്കുന്ന ക്രൂരത നമ്മൾ CPI-യോട് കാണിക്കണോ? ഒന്ന് ആലോചിക്കണം സഖാവേ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുക, അതിദരിദ്രരടക്കമുള്ള കാര്യങ്ങൾ. അതിന്റെ വിശദാംശങ്ങൾ പുറകെ വന്നോളും, അതോടെ നിൽക്കട്ടെ. ഈ തള്ളിനിടയ്ക്ക് ഒരല്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു സമീപനം ഈ CPI ഉന്നയിക്കുന്ന PMC-യുടെ കാര്യത്തിൽ, ആശാ വർക്കർമാരെ പോലുള്ള ആളുകളുടെ സമരത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ ശബരിമല കൊള്ള ഒരു നിലപാടെടുക്കണ്ടേ? ഹൈക്കോടതി ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ ആയത്? അല്ലെങ്കിൽ എന്തായിരുന്നേനെയും ശബരിമലയിൽ സംഭവിക്കുക? ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം പോലും ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനെ. ഇനി തള്ളുകളുടെ കാലമായിരിക്കും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, 200 രൂപ കൂട്ടും. ചിലപ്പോൾ ഇനിയും 1 മാസം 2 തവണ വരാൻ പറ്റുമെന്ന് നോക്കും. അടുത്ത മാസങ്ങളിലെല്ലാം ഓരോ കിറ്റ് സൗജന്യമായിട്ട് നൽകും. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അവസാനത്തെ മാസം പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി തരികയും ചെയ്യും. അത് വാങ്ങിക്കഴിക്കാൻ പാത്രം മഴക്കി കാത്തിരുന്നോണം.